ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് സഫീന. അപ്പോൾ കഴിഞ്ഞ കേട്ടറ്റ് എക്സാമുകളിലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെങ്കിൽ ഒരു ഭാഗം ബേസ് ചെയ്ത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ അത്തരത്തിൽ വന്ന ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അലാ ഹുബ്ബി ബിസ്വഹ്നികി ഫസ്ബഹീന വലാ തബ്ഖി ഹുമൂറൽ അൻദരീന ലിമൻ ഹാദ സതർ. മേലെ കൊടുത്തിട്ടുള്ള വരികള് ആരുടേതാണ് എന്നാണ്. ഇമ്രിയുൽ ഖൈസ്, അംർ ഇബ്നു കുൽസൂം, തുർഫത്ത് ഇബ്നുൽ അബ്ദ്, സുഹൈർ ഇബ്ൻ അബി സലമ. ആരുടേതാണ്? നമുക്ക് ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇവരെല്ലാവരും തന്നെ നമ്മുടെ സബ്ഉൽ മുഅല്ലഖാത്തിൽ പെട്ടിട്ടുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ ആരുടേതാണ് മേലെ കൊടുത്ത കവിത? അലാ ഹുബ്ബി ബിസ്വഹ്നികി ഫസ്ബഹീന വലാ തബ്ഖി ഹുമൂറൽ അൻദരീന. ആരുടേതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അംർ ഇബ്നു കുൽസൂം. അംർ ഇബ്നു കുൽസൂമിൻ്റെതാണ് മേലെ കൊടുത്ത വരികൾ. പിന്നെ ചോദിച്ചിരുന്ന സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടും വന്ന സബഉൽ മുഅല്ലഖാത്ത് ബേസ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇതെന്താണ്? ഹൽ വാദറ ശുഅറാഉ മിൻ മുതറദ്ദിമി അം ഹൽ അറഫ്ത ദാറു ബഅദ തവഹുമി ഹാദൽ ബൈതു ഫീ ബഹർ. ഇതും മുഅല്ലഖയുടെ വരികൾ തന്നെയാണ്. ഇത് ഏത് ബഹറിലാണ് എന്നാണ് ചോദ്യം. ത്വവീലാണോ, ബസീത്താണോ, കാമിലാണോ, റംലാണോ? ഏത് ബഹറിലുള്ള കവിതയാണിത്? ഓപ്ഷൻ സി കാമിലാണ് കറക്റ്റ് ആൻസർ വരുന്നത്. കാമിൽ ബഹറിൽ പെട്ടിട്ടുള്ള കവിതയാണ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മുഅല്ലഖകൾക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന്. അപ്പോൾ ഈ മുഅല്ലഖ ബേസ് ചെയ്തിട്ട് എല്ലാ വർഷവും കേട്ടറ്റിന് എന്ത് വരാറുണ്ട്? ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുഅല്ലഖകളെ ഒന്ന് ഒറ്റ നോട്ടത്തിൽ ഒന്ന് പഠിച്ചു വെച്ചാലോ? ഓരോ മുഅല്ലഖയും ഓരോ അസ്ഹാബുകളും അവരുടെ മുഅല്ലഖകളും അത് ഏത് ബഹറിലാണ് എന്നും അവരുടെ കാഫിയകൾ ഏതാണെന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യം അത്രയും പ്രശസ്തനായ വ്യക്തി തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇമ്രിയുൽ ഖൈസ്. ഇമ്രിയുൽ ഖൈസിന്റെ കവിത ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഖിഫാ നബ്കി മിൻ ദിക്റാ ഹബീബി വ മൻസിലി ബിസിഖത്തിൽ ലിവ ബൈനദ് ദഹൂലി ഫഹൗമലി. ഇത് അത്ര കൺഫ്യൂഷൻ തോന്നേണ്ട ഭാഗമല്ല അല്ലെ. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും എല്ലാവർക്കും അറിയുന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് ഇമ്രിയുൽ ഖൈസും ഇമ്രിയുൽ ഖൈസിന്റെ മുഅല്ലഖയും. അപ്പോൾ ഇതൊക്കെ ചോദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ തെറ്റിപ്പോവാൻ സാധ്യതയില്ല. അത്രയും പരിചിതമായിട്ടുള്ള വരികളാണ്. ഇനിയോ ഈ ഇമ്രിയുൽ ഖൈസിന്റെ കവിത മുഅല്ലഖ ഏത് ബഹറിലാണ് എഴുതിയിട്ടുള്ളത്? ത്വവീൽ ബഹറിലാണ് ഇമ്രിയുൽ ഖൈസിന്റെ കവിത വരുന്നത്. ഇനിയോ അതിന്റെ കാഫിയ വരുന്നത് എങ്ങനെയാണ്? നോക്കിയേ, മൻസിലി, ഫഹൗമലി. ഏതക്ഷരം കൊണ്ടാ എൻഡ് ചെയ്തത്? ലാമു കൊണ്ടാണ് അല്ലേ എൻഡ് ചെയ്തത്. അപ്പോൾ അത് ലാമിയയാണ്. ഇമ്രിയുൽ ഖൈസിന്റെ കവിതയുടെ കാഫിയ, മുഅല്ലഖയുടെ കാഫിയ ഏതാണെന്ന് ചോദിച്ചാൽ ലാമിയയാണ്. അടുത്ത ആള് സുഹൈർ ഇബ്ൻ അബി സൽമ. സുഹൈർ ഇബ്ൻ അബി സൽമയുടെ മുഅല്ലഖ. സുഹൈർ ഇബ്നു അബി സൽമയെ നമുക്ക് അറിയാമല്ലോ. എങ്ങനെയാണ്? സ്വാഹിബുൽ ഹൗലയാത്ത് അല്ലെങ്കിൽ ഷാഇറുൽ ഹിക്മ എന്നൊക്കെ അറിയപ്പെടുന്ന കവിയാണ് സുഹൈർ ഇബ്ൻ അബി സലമ. അദ്ദേഹത്തിന്റെ മുഅല്ലഖ സ്റ്റാർട്ട് ചെയ്യുന്നത് മത്തുല എന്താണെന്ന് ചോദിച്ചാൽ അമിൻ ഉമ്മി ഔഫ ദിംനതുൻ ലം തകല്ലമി ബിഹുമാനതി ദുറാജി ഫൽ മുതസല്ലമി. ഇത് ഏത് ബഹറിലുള്ളതാണ്? ഇതും ത്വവീൽ ബഹറിലുള്ളതാണ്. അത് ഏത് കാഫിയാണ്? തക്കല്ലുമി, മുതസല്ലമി. ഏതാണ്? മീമിയാണ് സുഹൈർ ഇബ്ൻ അബി സലമയുടെ കാഫിയ. അടുത്ത വരുന്നത് തുർഫത്ത് ഇബ്നുൽ അബ്ദ് ആണ്. അദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ മത്ലാവ് വരുന്നത് ലിഖൗലത അത്ലാലുൻ ബി ബുർകത്തിൻ തഹമ്മുദി തലൂഹു കബഅഖൽ വശ്മി ഫി ളാഹിരിൽ യദി. അതും വരുന്നത് ത്വവീൽ ബഹറിലാണ്. അത് ഏത് കാഫിയാണ്? ദാലിയാണ് അതിന്റെ കാഫിയ വരുന്നത്. അപ്പോൾ ഈ മൂന്നാളുകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ത്വവീൽ ബഹറില് മുഅല്ലഖ എഴുതിയിട്ടുള്ള മൂന്ന് ആളുകൾ ആരൊക്കെയാണ്? ഇമ്രിയുൽ ഖൈസ്, സുഹൈർ ഇബ്ൻ അബി സലമ, തുർഫത്ത് ഇബ്നുൽ അബ്ദ്. ഇവരെ മൂന്ന് പേരെയും ഒരു ഗ്രൂപ്പാക്കി പഠിക്കാൻ പറ്റില്ലേ? ത്വവീൽ ബഹറില് കവിത എഴുതിയിട്ടുള്ളത് മൂന്നാളുകളാണ്. ഇമ്രിയുൽ ഖൈസും സുഹൈർ ഇബ്ൻ അബി സലമയും തുർഫത്ത് ഇബ്നുൽ അബ്ദുമാണ്. ഇനി അവരുടെ ലാമിയ കാഫിയ പറഞ്ഞു, ലാമിയ, മീമിയ, ദാലിയ. അടുത്തത് വരുന്നത് അംർ ഇബ്ൻ കുൽസൂം ആണ്. അംർ ഇബ്ൻ കുൽസൂം അദ്ദേഹത്തിന്റെ
മുഅല്ലഖയുടെ മത്ലഅ് അലാ ഹുബ്ബി ബിസ്വഹ്നികി ഫസ്ബഹീന വലാ തുബ്ഖി ഹുമൂറൽ അന്തരീന. ഏത് ബഹറിലാണ്? വാഫിർ ബഹറിലാണ്. ഏതാണ് കാഫിയ? നൂന് കൊണ്ടാണ് അല്ലേ എൻഡ് ചെയ്യുന്നത്. അപ്പോ നൂനിയാണ് അംർ ഇബ്ൻ കുൽസൂമിന്റെ മുഅല്ലഖയുടെ കാഫിയ. നൂനിയാണ് കേട്ടോ. ഇനി വരുന്നത് അന്തറത്ത് ഇബ്ൻ ഷദ്ദാദ്. ഹൽ ഹാദറ ശുഅറാഉ മിൻ മുതറദ്ദിമി അം ഹൽ അറഫ്ത ദാറു ബഅദ തവഹുമി. അന്തറത്ത് ഇബ്ൻ ഷദ്ദാദിന്റെ മുഅല്ലഖയുടെ മത്ലഅാണ്. ഏത് ബഹറിലാണ്? കാമിൽ ബഹറിലാണ് എഴുതിയിട്ടുള്ളത്. അതിന്റെ കാഫിയ വരുന്നത് മീമിയ. മീമ് കൊണ്ടാണ് അത് അവസാനിക്കുന്നത്. പിന്നെയോ ലബീദ് ബിൻ റബിയ. ലബീദ് ബിൻ റബിയയുടെ പ്രത്യേകത എന്താണ്? ഈ സപ്തകവികളിൽ അഥവാ സബഉൽ മുഅല്ലഖാത്തില് ഇസ്ലാം സ്വീകരിച്ച ഒരേ ഒരു വ്യക്തിയാണ് ലബീദ് ബിൻ റബിയ. അദ്ദേഹത്തിന്റെ കവിത സ്റ്റാർട്ട് ചെയ്യുന്നത് അഫത്തു ദിയാരി മഹല്ലുഹ ഫമുഖാമുഹ ബിമനൻ തഅബ്ബുദിൻ ഔലുഹ ഫരിജാമുഹ. ഏതാണ് ബഹർ വരുന്നത്? കാമിലാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കാഫിയ മീമയാണ്. കാരണം ഇവിടെ ഹായ് ആണ് എൻഡ് ചെയ്യുന്നതെങ്കിലും ഹായ് ഒരു എന്താണ്? ലൊമീർ ആണ്. അപ്പോൾ അതിനെ നമ്മൾ കണക്കാക്കില്ല. അതിന്റെ തൊട്ട് മുൻപുള്ള മീമിനെയാണ് പരിഗണിക്കുക. അപ്പോൾ ലബീദിന്റെ കവിതയുടെ കാഫിയ ഏതാണെന്ന് ചോദിച്ചാല് മീമിയാണ്. ഹായ് ആയിട്ട് കണക്കാക്കരുത്. ഹായ് എഴുതരുത്, അത് തെറ്റാണ്. മീമിയാണ് കറക്റ്റ് ആൻസർ. അവസാനത്തെ ആള് ഹാരിസ് ഇബ്ൻ ഹിൽസ. ആദൻ തനാ ബിബൈനഹ അസ്മാ റുബ്ബ സാവിൻ യമുല്ലു മിൻഹു സവാഉ. ഏത് ബഹ്റാണ്? ഖഫീഫ് ബഹ്റാണ്. എന്ത് ചെയ്യുന്നത് അഥവാ കാഫിയ ഹംസിയാണ്. ഹംസിയാണ് ഹാരിസ് ഇബ്ൻ ഹിൽസയുടെ കാഫിയ. അപ്പൊ ഈ ഒരു ബോക്സ് നമ്മൾ ചില അഭിപ്രായത്തിൽ എന്താണ് മുഅല്ലഖാത്തുകളുടെ ആളുകൾ 10 എന്നും അഭിപ്രായമുണ്ട്. 10 പേരിലേക്ക് നമ്മൾ പോയിട്ടില്ല. 7 മുഅല്ലഖാത്തിന്റെ ആളുകളെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ 7 പേരെ വേണമെങ്കിൽ നമുക്ക് ബഹറിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം അല്ലേ? നമ്മൾ പറഞ്ഞു തൊവീൽ ബഹറില് 3 പേര് എഴുതിയിട്ടുണ്ട്. അത് ആരൊക്കെയാണ്? ഇമ്രിയുൽ കൈസും സുഹൈർ ഇബ്ൻ അബി സലമയും തുർഫത്ത് ഇബ്നുൽ അബ്ദുമാണ്. പിന്നെയോ കാമിൽ ബഹറില് 2 പേര് എഴുതിയിട്ടുണ്ട്. അന്തറത്ത് ഇബ്ൻ ഷദ്ദാദും ലബീദ് ഇബ്ൻ റബിയയുമാണ്. ഇപ്പോ 5 പേര് കഴിഞ്ഞു. പിന്നെ വരുന്നത് 2 ആളുകളാണ്. അതിൽ ഹാരിസ് ഇബ്ൻ ഹിൽസ ഖഫീഫ് ബഹറിലും അംർ ഇബ്ൻ കുൽസൂം വാഫിർ ബഹറിലുമാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ കവിതയുടെ മത്ലഅുകളും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഈ മത്ലഅ് തന്നിട്ട് അഥവാ തുടക്കത്തിലെ വരികൾ തന്നിട്ട് ഇത് ആരുടേതാണ് എന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ ബഹർ ഏതാണ് എന്നും കാഫിയ ഏതാണ് എന്നും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കേട്ടറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളാണ്, അഥവാ കുറച്ചാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി കേട്ടറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോടാണ് പറയാനുള്ളത്. കഴിഞ്ഞ കേട്ടറ്റ് എഴുതി ഇപ്പോൾ ആൻസർ കീ ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ? നിങ്ങൾ പ്രൊവിഷണൽ ആൻസർ കീ ചെക്ക് ചെയ്തിട്ട് പാസ്സാകും എന്ന് ഉറപ്പുള്ളവരോട് കൺഗ്രാറ്റുലേഷൻ. നിങ്ങൾക്ക് ഇനി JLT ആണ് അടുത്ത കടമ്പ. അഥവാ മാർക്ക് ഒരു ഇത്തിരി കുറഞ്ഞു പോയി, ഇനിയും കേട്ടിട്ട് എഴുതേണ്ടി വരും എന്നൊക്കെ ഓർത്തിരിക്കുന്നവരാണ് എങ്കിൽ വിഷമിക്കേണ്ട. നമുക്ക് മുൻപിൽ ഒരുപാട് അവസരങ്ങൾ ഇനിയുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയത് ചിലപ്പോൾ ഒരു കൃത്യമായിട്ടൊരു ട്രെയിനിങ് കിട്ടാതെ വന്നതിൻ്റെ പേരിലൊക്കെ ആയിരിക്കാം. അപ്പോൾ ആദ്യമായിട്ട് എഴുതുന്നവരാണ് എങ്കിലും അല്ല, എഴുതി ഇനി അടുത്തതായിട്ട് ട്രൈ ചെയ്യാൻ നിൽക്കുന്നവരോടാണ് ഒക്കെയാണ് പറയുന്നത്. കേട്ടറ്റിന് നമ്മുടെ CC-യിൽ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ജൂൺ ലാസ്റ്റ് അഥവാ ജൂലൈ ആദ്യമൊക്കെ ആയിരിക്കും ഇനി കേട്ടറ്റിൻ്റെ പരീക്ഷ വരുന്നത്. കുറച്ചധികം സമയം നമുക്ക് മുൻപിലുണ്ട്. ഈ സമയം നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കേട്ടറ്റ് നിങ്ങൾക്ക് ഷുവറായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കേട്ടറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ നമ്മുടെ CC-യിലേക്ക് പോരുക. കൃത്യമായിട്ടൊരു ടൈം ടേബിളോട് കൂടിയും സ്റ്റഡി പ്ലാനോട് കൂടിയും കേട്ടറ്റ് നിങ്ങൾക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്ന രീതിയിലൊരു കോച്ചിങ് ആണ് CC നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.